ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ. അപ്പം നമ്മളിവിടെ മരങ്കോ കേവ് ഒക്കെ കണ്ടിട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കാറ്ററാക്ട് വാട്ടർഫോൾസിലേക്കാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബ്ലൂ സ്പ്രിംഗ് കാവേൺസിന്ന് ഈ ഒരു കേവ് വരെ ഏതാണ്ട് 1 hour ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നേരെ വാട്ടർഫോൾസ് കാണാൻ പോവാണ്. 2 മണിക്കൂറുണ്ട്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ മരങ്കോ കേവിൽ നിന്ന് കാറ്ററാക്ട് വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ ഫീ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ച് വൈകി എത്തിയത് കൊണ്ടായിരുന്നിരിക്കണം അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ നമ്മൾ കാറ്ററാക്ട് ഫോൾസിൻ്റെ ലോവർ ഫോൾസിലാണ് ഇപ്പം. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടേ പോവാം. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. കൊള്ളാല്ലേ? വെള്ളം ഒരുപാട് കൂടിയതാണോ ഇനി? നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഇതാണ് ലോവർ ഫോൾസ്. അപ്പർ ഫോൾസിൻ്റെ അവിടെ ലോവർ ഫോൾസിൻ്റെ അവിടെ നമുക്ക് പറഞ്ഞ വണ്ടി ഓടിച്ച് വരാം. വേണമെങ്കിൽ ഈ ട്രെയിൽ വഴി നടന്നു പോകുന്നതല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് നടക്കാം. ഞങ്ങളിപ്പം വണ്ടിയിൽ വന്നതാണ്. അവിടെ കുറെ ആൾക്കാരൊക്കെയാണ്. നല്ല രസമുണ്ടല്ലേ? ചെറിയ തണുപ്പാ, വലിയ തണുപ്പ്. ഇവിടെ എല്ലാം കൂടുതൽ ഇങ്ങനത്തെ റോക്സ് ആണ് കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ലോവർ ഫോൾസിനാണെന്ന് പറഞ്ഞല്ലോ. ഈ ലോവർ ഫോൾസും അപ്പർ ഫോൾസും തമ്മിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. ഈ ഒരു ലോവർ ഫോൾസിന് ഏതാണ്ട് 18 അടി ഹൈറ്റ് ആണുള്ളത്. അങ്ങനെ ഇത് കണ്ടു. ഇനി നമ്മൾ നേരെ അപ്പർ ഫോൾസ് കാണാനായിട്ട് പോവാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെ ക്രോസ് ചെയ്ത് പോകരുതെന്നൊക്കെ. ആൾക്കാർ ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട്. ഇനി നമുക്ക് അപ്പർ ഫോൾസിലേക്ക് പോവാം. നമ്മളങ്ങനെ അപ്പർ ഫോൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു വലിയ ഫോളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് പോയി നോക്കാം. ഇവിടെ എന്താണ് തിരക്കൊന്നുമില്ല കേട്ടോ. വണ്ടികളാണ്, ഇത്തരം വണ്ടികളൊക്കെ തന്നെ ഉള്ളൂ. ഇവിടുന്ന് വണ്ടി ഇട്ടിട്ട് കുറേ പേര് അങ്ങോട്ടേക്ക് നടക്കും കേട്ടോ. ആ വഴിയെ അവിടെ ഒരു വഴിയാണില്ലേ, അങ്ങോട്ടേക്ക് നടന്ന്, അല്ലെങ്കിൽ അവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് നടന്നാണ് വരുന്നത്. അപ്പർ ഫോൾസ് കുറച്ചും കൂടെ ഭയങ്കരമാണെന്ന് തോന്നുന്നല്ലേ. നല്ല സൗണ്ട് ഉണ്ട്. ഓ വാവ്, ദിസ് ഈസ് നൈസ്. അടിപൊളി കേട്ടോ. നല്ലല്ലേ? ഇന്ത്യാന സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ തന്നെ വോളിയം കൂടിയ ലാർജസ്റ്റ് വാട്ടർഫോൾ ആണ് കാറ്ററാക്ട് വാട്ടർഫോൾസ്. ഈ അപ്പർ ഫോൾസിന് ഏതാണ്ട് 20 അടി ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്.
ഈ ഒരു സംഭവം കണ്ടോ, ഇത് പണ്ട് നമ്മുടെ വെള്ളം പമ്പ് ചെയ്യുന്ന അതുപോലെ ഉണ്ടല്ലേ, പണ്ട് കാലത്ത് യൂസ് ചെയ്തത് ഒരു സംഭവം തന്നെയാണ് ഇതും. ഇവിടെ നമ്മൾ ഇനി നേരെ പോകുന്നത് ആ ഒരു കവേർഡ് ബ്രിഡ്ജിൻ്റെ അടുത്താണ്. ആ ബ്രിഡ്ജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കവേർഡ് ബ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള പണ്ടത്തെ രീതിയിൽ പണിഞ്ഞൊരു കവേർഡ് ബ്രിഡ്ജാണ്. തടി കൊണ്ടാണ് കേട്ടോ ഇത് പണിഞ്ഞിരിക്കുന്നത്. പണ്ട് വേൾഡ് വാറിന് ശേഷമൊക്കെ ഈ പറഞ്ഞ പോലെ അയൺ ബ്രിഡ്ജ് ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കവേർഡ് ബ്രിഡ്ജൊക്കെ ഈ US-ലൊക്കെ പണിഞ്ഞിരിക്കുന്നത്. ഈ ഒരു കവേർഡ് ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്മിത്ത് ട്രസ് വെച്ചിട്ടാണ് കേട്ടോ പണിഞ്ഞിരിക്കുന്നത്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ ഈ ഒരു ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഏത് വർഷമാണ് ഇത് പണിഞ്ഞത്, ആരാണ് പണിഞ്ഞത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവം എന്താ ഇവിടെ എനിക്ക് കാണാൻ പറ്റി. ഈ ഒരു തടികളിലൊക്കെ ഓരോരുത്തർ അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ബ്രിഡ്ജൊക്കെ കാണുന്നത് വളരെ വിരളമാണല്ലോ, ഇങ്ങനത്തെ കൺസ്ട്രക്ഷനെ കുറവാണ്. അപ്പോൾ 1800-കളിലൊക്കെ പണിഞ്ഞ ഈ ഒരു ബ്രിഡ്ജൊക്കെ ഇപ്പോഴും ഈ രീതിയിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു അതിശയമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ കാറ്ററാക്ട് ഫോൾസ് ഒക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് ബ്ലൂമിംഗ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അതൊരു ചെറിയ ടൗൺ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ബ്ലൂമിംഗ്ടണിൽ എത്തിയിരിക്കുകയാണ്. ബ്ലൂമിംഗ്ടൺ എന്ന് പറയുന്നത് ഇന്ത്യാനയിലെ മൺട്രോ കൗണ്ടിയിലുള്ളൊരു ചെറിയ സിറ്റിയാണ്. ഞങ്ങൾ ബ്ലൂമിംഗ്ടണിൽ വന്ന മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഡിന്നർ കഴിക്കാം എന്ന് കരുതി വന്നതാണ്. ഈ ബ്ലൂമിംഗ്ടണിൽ ഏതാണ്ട് 80,000 ആളുകളെ താമസിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബ്ലൂമിംഗ്ടണിലാണ് പിന്നെ ഇന്ത്യാന യൂണിവേഴ്സിറ്റി ഉള്ളത്. ഈ കാണുന്നത് ഇന്ത്യാന യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. ഞങ്ങൾ ഓൾറെഡി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ദി റൺസിബിൾ സ്പൂൺ എന്നാണ് കേട്ടോ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഈ കാണുന്നതാണ് ആ റെസ്റ്റോറൻറ്റ്. ഗൂഗിളിൽ നല്ല റിവ്യൂ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ഫുഡ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഓർഡർ ചെയ്തു. നല്ല ഫുഡൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. അവിടെ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് അങ്ങോട്ട് പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്.
അപ്പം ഞങ്ങൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ചെക്കൗട്ട് ചെയ്യാനായിട്ട് താഴേക്ക് പോകുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് എവിടേക്കാണ്? ഇന്ത്യാനപോളിസിലേക്കാണ്. അവിടെ ഒരു കനാൽ വാക്കൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യാം. അവിടെയൊക്കെ ഒന്ന് അതിന് ചുറ്റും ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. നമ്മൾ നിന്നത് ബെഡ്ഫോർഡ് ആണല്ലോ. അപ്പം അവിടുന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ചൊക്കെ ഉള്ളൂ ഇന്ത്യാനപോളിസിലേക്ക്. സ്പ്രിംഗ് ഒക്കെ കഴിഞ്ഞ് സമ്മർ ആകുമ്പോഴത്തേക്കും പിന്നെ സ്കൈ ഒക്കെ കാണാൻ നല്ല രസമാണ്. ഈ സ്കൈ കാണാൻ നല്ല ഭംഗിയില്ലേ? അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇന്ത്യാനപോളിസിലേക്ക് എത്താറായിട്ടുണ്ട്. ദൂരെ നിന്ന് നമുക്ക് ആ ഒരു ഡൗൺ ടൗണിലൊക്കെ ഉള്ള ആ ഒരു വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള മെയിൻ സിറ്റികളിലും അതുപോലെ തന്നെ ഡൗൺ ടൗൺ ഏരിയാസിലൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇന്ത്യാനപോളിസിലും ഒരു ഇന്ത്യാന യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം കനാൽ വാക്കിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ നടക്കുകയാണ്. ഇതിൽ തന്നെയാണോ പോകുന്നത്? എന്തായാലും നമ്മളങ്ങോട്ട് പോകട്ടെ. നല്ല വെയിലുണ്ട് ഇന്ന്. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇന്ത്യാനപോളിസിലുള്ളൊരു കനാൽ വാക്കാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കനാൽ വാക്ക്. 2 സൈഡിലൂടെ നമുക്ക് ഈ കനാലിൻ്റെ 2 സൈഡിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. കുറച്ച് ദൂരം നമുക്ക് നടക്കാം. ഇന്ത്യാനപോളിസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യാനയുടെ ക്യാപിറ്റലാണ്. ഈ കനാൽ വാക്കിൻ്റെ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പം ഈ ഒരു ദിവസം തിങ്കളാഴ്ച ദിവസമായിരുന്നു, അതുകൊണ്ടായിരുന്നിരിക്കാം അത്രയും തിരക്കൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു രാത്രികളിലായിരിക്കും, കുറച്ചുകൂടെ ഈവനിങ് ആകുമ്പോഴായിരിക്കും കുറേ കൂടി തിരക്ക് ഇവിടെ ഉണ്ടാവുക എന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല. ഇങ്ങനത്തെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അരയന്നത്തിൻ്റെ രൂപത്തിലൊക്കെയുള്ള ബോട്ടുകൾ, അതുപോലെ നമ്മുടെ വള്ളം പോലത്തെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ നമുക്ക് പേ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് റൈഡ് ചെയ്യാം.
ഈ കനാലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ക്രോസ് ഓവർ ബ്രിഡ്ജസ് ഒക്കെ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഈ ബിൽഡിങ്സും എല്ലാം കൂടെ ചേർന്ന് വരുമ്പം നല്ല ഭംഗിയാണ് ആ ഒരു ഏരിയ കാണാൻ തന്നെ. ഈ ബ്രിഡ്ജിൻ്റെ അടിയിലും ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ അവർ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ഭാഗമാണ് കേട്ടോ സെൻട്രൽ കനാല്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ബോട്ടിലുള്ളവർ കൈവീശുന്നുണ്ടല്ലേ, അങ്ങനത്തെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് അവർ ഓരോരുത്തരെ റൈഡിന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇന്ത്യാന സ്റ്റേറ്റ് മ്യൂസിയം. ഞങ്ങൾ ഇതിനുള്ളിൽ കയറിയില്ല, കാരണം നമ്മൾ ഓൾറെഡി കുറേ മ്യൂസിയത്തിലൊക്കെ പോയതുകൊണ്ട് പിന്നെ നമുക്ക് സമയമില്ലായിരുന്നു. അതിന് മുൻപിലായിട്ട് നമുക്ക് ഈ ഒരു ക്ലോക്ക് കാണാമായിരുന്നു. ഇതൊരു സ്റ്റീം ക്ലോക്കാണ് കേട്ടോ. ഒരു ആൻറ്റി കളക്ഷനൊന്നും അല്ല ഇത്, പക്ഷേ 2002 ഈ ഒരു ക്ലോക്ക് ഇവിടെ നിർമ്മിച്ചത്. ഏതാണ്ട് 17 അടി ഹൈറ്റാണ് ഈ ഒരു ക്ലോക്കിനുള്ളത്. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ മുകളിലൂടെ ഇതിങ്ങനെ സ്റ്റീം പുറപ്പെടുവിച്ചിട്ട് വിസിലിംഗ് സൗണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്ക് ഹോം എഗെയിൻ ഇൻ ഇന്ത്യാന എന്ന് പറഞ്ഞൊരു സോങ്ങും പ്ലേ ചെയ്യും എന്നാണ് പറയുന്നത്. എവരി ക്വാർട്ടർ അവറിലെങ്ങാണ്ടാണ് ഇത് പ്ലേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് ഇത് ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. ഇതെന്ന് പറയുന്നത് ഇന്ത്യാനയിലെ ഓരോ കൗണ്ടിയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ആർട്ട് പീസസ് ആണ് കേട്ടോ. ഇങ്ങനെ ഓരോ കൗണ്ടിയുടെ ആർട്ട് പീസസ് നമുക്ക് കാണാൻ പറ്റിയിരുന്നു ഇവിടെ. ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ബിൽഡിങ്സും കനാലും അതുപോലെ തന്നെ സ്കൈ ഒക്കെ ആയിട്ട് ചേർന്നിട്ടുള്ളൊരു ഭാഗം.
ഇവിടെ നമുക്ക് സൈക്കിളൊക്കെ റെൻറ്റിന് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഫാമിലിക്ക് പറ്റിയതൊക്കെ ആയിട്ട് 4 പേർക്കൊക്കെ പറ്റിയ സംഭവമാണിത്. അപ്പോൾ ഇതൊക്കെ ചവിട്ടി നമുക്ക് കനാൽ വാക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഈ ഭാഗങ്ങളൊക്കെ വൈറ്റ് റിവർ സ്റ്റേറ്റ് പാർക്കിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്തിൽ കാണുന്ന ഒരു സ്കൾപ്ചറിനെ ടോട്ടം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഒരറ്റത്തെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഈ കാണുന്നതാണ് വൈറ്റ് റിവർ. അങ്ങനെ കനാൽ വാക്ക് നമ്മൾ നടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പോകണം. അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് ആ ഒരു ഡൗൺ ടൗണിൻ്റെ സ്ഥലത്ത് പോയിട്ട് നമുക്കവിടെ ക്യാപിറ്റോൾ ഉണ്ട് ഇന്ത്യാനയുടെ, അത് പോയി കാണാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ നേച്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ കണ്ടിരുന്നത്. അപ്പം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിറ്റി വ്യൂ ആണ്. അപ്പം ഈ ഒരു വ്യൂവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, പ്രത്യേകം ഭംഗികളുണ്ടായിരുന്നു. അതായത് ഈ സ്കൈയുടെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ടാണോ എനിക്കറിയില്ല. എന്തായാലും നല്ല രസമായിരുന്നു ആ ഒരു സിറ്റി കാണാനായിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഇന്ത്യാനയുടെ ക്യാപിറ്റോള്. അപ്പം അവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അത്ര നല്ല വ്യൂ ഒന്നും ആയിരുന്നില്ല. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ക്യാപിറ്റോളിനെ ചുറ്റിയാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് ക്യാപിറ്റോളിൻ്റെ എല്ലാ വശങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വേറൊരു വശമാണിത്. ഈ കാണുന്നത് ഒരു ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ. അവിടെ റെഡ് മാർക്കിൽ വരച്ചിരിക്കുന്നത് ബസ്സിന് പോകാനുള്ളൊരു വഴിയാണ്. അവിടെയാണ് ബസ് നിർത്തുക. അതിൽ വഴി നമുക്ക് വേറൊരു വണ്ടിക്കും പോകാൻ പറ്റത്തില്ല. ഈ ഭാഗങ്ങളിൽ നിന്നാണ് കേട്ടോ നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ല വ്യൂ ക്യാപിറ്റോളിൻ്റെ കിട്ടുന്നത്.
ന്യൂയോർക്കിലെ 911 മെമ്മോറിയൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതുപോലൊരു 911 മെമ്മോറിയൽ ഇവിടെയുണ്ട്. ഇത് വളരെ ചെറിയൊരു മെമ്മോറിയലാണ്. 911 എന്ന് പറയുന്നത് സെപ്റ്റംബർ 11, 2001 നടന്ന അറ്റാക്കിനെ സൂചിപ്പിക്കുന്ന ഒരു മെമ്മോറിയലാണിത്. 8:46 വൺ വേൾഡ് ട്രേഡ് സെൻറ്ററിലും 9:03 2 ട്രേഡ് സെൻറ്ററുകളിലും അതുപോലെ തന്നെ 9:37 പെൻറ്റഗണിലും 10:03 ഒരു ഓപ്പൺ ഫീൽഡ്, അതായത് പെൻസിൽവേനിയയിലെ ഒരു ഓപ്പൺ ഫീൽഡിലൊക്കെ ആയിട്ട് കുറേ ഫ്ലൈറ്റുകൾ ക്രാഷായിരുന്നു. ഇതെല്ലാം ഒരു അറ്റാക്കായിരുന്നു. അപ്പം ആ ക്രാഷിലൊക്കെ മരണപ്പെട്ട ആൾക്കാരുടെ പേരുകളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പം അതിൽ മെയിനായിട്ടും ഒരു ലഫ്റ്റനൻറ്റ് ജനറൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പെൻറ്റഗണിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ പെൻറ്റഗണിൽ മരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സംഭവം. പെൻറ്റഗണിൽ നിന്നും തകർന്ന ഒരു കല്ലാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ആ കനാലിൻ്റെ ഭാഗത്തേക്ക് തന്നെ വന്നു. ഇനി ഇതിലെ നമ്മൾ തിരിച്ച് നടന്ന് നമ്മുടെ ആ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന അടുത്തേക്ക് പോവാണ്. തിരിച്ചു വന്നപ്പോഴേക്കും കുറച്ചും കൂടെ ആൾക്കാർ അവിടെ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ അവിടെ ഗിറ്റാറൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി ഇരിക്കുകയായിരുന്നു. അവിടെ ഒരാൾ ഈ ഗൂസിനും താറാവിനും ഒക്കെ ഫുഡ് ഇട്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്കായിരുന്നു പോകുന്നത്. അങ്ങനെ കനാൽ വാക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് നടന്നാൽ നമുക്ക് കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് എത്താം. അങ്ങനെ കാറൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 2 മണി ആയിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് ഒന്ന് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു നെസ്ലയുടെ ഫാക്ടറിയൊക്കെ കാണാൻ പറ്റി. ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കണ്ടോ? ഞാൻ ആദ്യമാണ് കേട്ടോ ഇങ്ങനൊരു ഡിസൈനിലുള്ള ഇലക്ട്രിക് പോസ്റ്റ് കാണുന്നത്. അങ്ങനെ നമ്മൾ ഇന്ത്യാനയിൽ നിന്ന് ഒഹായോയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ മിഷിഗണിലേക്ക്. അപ്പോൾ ഈ ഒരു ഇന്ത്യാന ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രിപ്പിൻ്റെ ബാക്കി 2 ഭാഗങ്ങൾ കാണാത്തവർ അതൊന്ന് പോയി കാണാൻ ശ്രമിക്കണേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.